കാലിഫോർണിയയിൽ നിന്ന് ശക്തമായൊരു കാറ്റടിച്ചു. ആ കാറ്റിൽ വൈദ്യുത കമ്പികൾ പൊട്ടി സ്പാർക്ക് ഉണ്ടാവുകയും അതൊരു കാട്ടുതീയായി മാറുകയും ചെയ്തു. ആ കാട്ടുതീ ആദ്യം കണ്ടത് കുട്ടികളുമായി സ്കൂളിലേക്ക് പോവുകയായിരുന്ന സ്കൂൾ ബസിന്റെ ഡ്രൈവറായിരുന്നു. അയാൾ അത് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഫയർ ആൻഡ് റെസ്ക്യൂ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. നഗരം കലുഷിതമായതും എല്ലാവരും ജീവനും കൊണ്ടോടി. കാട്ടുതീ വഴിമുടക്കിയപ്പോൾ ചിലർ പുഴയിലേക്ക് ഇറങ്ങി. ഈയൊരു സമയം സ്കൂളിൽ നിന്നും കുട്ടികളെ പിക്ക് ചെയ്യാനായി ആ ഡ്രൈവർ വീണ്ടും എത്തി. 22 കുട്ടികളും ഒരു ടീച്ചറുമായുള്ള ആ സ്കൂൾ ബസിന്റെ മുന്നോട്ടുള്ള പോക്ക് അതിദുഷ്കരമായിരുന്നു. ട്രാഫിക് ജാമും കാട്ടുതീയും ചുറ്റുമുള്ള പുകമയവും അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ അതൊക്കെ മറികടന്ന് ആ ഡ്രൈവർ സ്കൂൾ ബസുമായി തനിക്ക് നിർദ്ദേശം ലഭിച്ച സ്ഥലത്തേക്ക് എത്തി. അവരവിടെ എത്തുമ്പോഴേക്കും ആ സ്ഥലം കാട്ടുതീ വിഴുങ്ങിയിരുന്നു. ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും അവർക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. ചുറ്റും കാട്ടുതീയാൽ വലയപ്പെട്ട ആ സ്ഥലത്തു നിന്നും ഈ കുട്ടികളെയും കൊണ്ട് ഇനി എങ്ങോട്ട് പോകുമെന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. അങ്ങനെ വേറൊരു വഴിയുമില്ലാതെ കാട്ടുതീയുടെ ഒത്ത നടുവിൽ അവർ തങ്ങളുടെ വിധിയും കാത്ത് ആ സ്കൂൾ ബസ്സിലിരുന്നു. കാട്ടുതീ ബസ്സിനടുത്തേക്ക് എത്തിയതും കുട്ടികൾ നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി ടീച്ചറിലും ഡ്രൈവറിലും ഒരു ബോധോദയമുണ്ടാക്കി. അവർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചും തങ്ങളുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചും ബസ്സിനടുത്തുള്ള തീയണയ്ക്കാൻ ശ്രമിച്ചു. വിധിയുടെ മുന്നിൽ കുട്ടികളെ വിട്ടുകൊടുക്കാൻ ഇനി ആ ഡ്രൈവർക്ക് കഴിയുമായിരുന്നില്ല. അയാൾ സർവ്വധൈര്യവും സംഭരിച്ച് സ്കൂൾ ബസ്സുമായി കാട്ടുതീക്കിടയിലൂടെ ചീറി പാഞ്ഞു. കൺമുന്നിൽ വഴികളൊന്നും തെളിഞ്ഞില്ലെങ്കിലും അയാൾ തന്റെ വേഗത കുറച്ചില്ല. പക്ഷേ ആ ഒരു പോക്ക് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിച്ചു.